നമ്മുടെ സഹോദരന്മാർ ഇൻ ദ ബിഗിനിങ് എന്ന ഒരു തീം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അത് എന്താണ് എന്ന് തിരിച്ചറിവ് അത് നമുക്ക് നൽകുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 31 വരെ വായിക്കുമ്പോൾ ആദിയിൽ ദൈവം എങ്ങനെയാണ് വചനം കൊണ്ട് അഭിഷേകം ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. വചനത്താൽ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നു. പിന്നീട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നീട് 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘോഷം നമ്മൾ ക്രിസ്മസ്, നമ്മൾ അത് കഴിഞ്ഞു. കത്തോലിക്ക സഭ ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച അത് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കണമെന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. ആയതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27 പ്രകാരം നമ്മൾ ധ്യാനിക്കുന്നതാണ്, തൻ്റെ ഛായയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പുരുഷനും സ്ത്രീയുമായി അവനെ സൃഷ്ടിച്ചു എന്നും പറയുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ ഛായ. ദൈവത്തിൻ്റെ ഛായ അത് മനുഷ്യനെ നൽകി. വീണ്ടും ദൈവത്തിൻ്റെ ഛായ മനുഷ്യന് നൽകിയപ്പോൾ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ 2 പേരും വ്യത്യസ്ത രൂപങ്ങളായിട്ട് വ്യത്യസ്ത ഭാവങ്ങളായി തീർന്നുകൊണ്ട് ഒരുമിച്ച് ആയിരിക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിച്ചു. കാരണം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് അവൻ കണ്ടുവെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 6-ാം വാക്യം, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. യേശുനാഥൻ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ദൈവം സൃഷ്ടിച്ചത് ഈ 2 പേരെയും ഒരുമിച്ചായിരിക്കുവാൻ വേണ്ടി, ഒരുമിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുവാൻ വേണ്ടി തന്നെയാണ്. അതിനാൽ ദൈവത്തിൻ്റെ സ്വപ്നമാണ് കുടുംബം. ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ സൃഷ്ടികളായി തീരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് കുടുംബനാഥനും കുടുംബനാഥയും. ആയതിനാൽ ദൈവം നൽകിയ കുടുംബത്തെ ഓർത്ത് നമുക്ക് ഇന്നത്തെ ദിവസം നന്ദി പറയാം. ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, സൃഷ്ടികർമ്മം ചെയ്യുവാനായിട്ട് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് മിസ്സിയൻ ആദ്യന്തസ് എന്ന ഡോക്യുമെന്റിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലാണ്. ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലാണ് സൃഷ്ടിയെങ്കിൽ ദൈവം സ്നേഹമാകുന്നുവെന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുക. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും തന്നെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കണികയാണ്. ഈ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മുടെ കുടുംബത്തിൽ എന്നും ഉണ്ടായിരിക്കേണ്ടത്. ദൈവം ആശീർവദിക്കപ്പെട്ട കുടുംബം, ഈ കുടുംബത്തിൽ ദൈവിക പദ്ധതി അനുസരിച്ച് നമ്മൾ പെരുമാറുമ്പോൾ, ജീവിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം കുടുംബം, ദൈവത്തിൻ്റെ ഛായ നൽകിക്കൊണ്ട് കുടുംബത്തിലെ വ്യക്തികളെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നാമതായിട്ട് ദൈവം കാണിക്കുന്ന ബന്ധം, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം അത് ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണെന്ന് ആദ്യമായിട്ട് പറയാം. ഉൽപ്പത്തി പുസ്തകം ദൈവം എപ്രകാരമാണ് മനുഷ്യൻ്റെ കൂടെ ആയിരുന്നതെന്ന് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്ന മനുഷ്യനെ നമ്മൾ കാണുന്നു. എന്നാൽ പാപം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു എന്ന് പറയുന്നു, സങ്കടപ്പെട്ടു. എങ്കിലും മനുഷ്യനെ അവൻ നശിപ്പിക്കുന്നില്ല, വീണ്ടെടുക്കുവാൻ വേണ്ടി അവനുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു. അങ്ങനെ നിരവധി ഉടമ്പടി ചെയ്ത്
ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവം കൂടെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവവും മനുഷ്യനുമുള്ള ബന്ധം സൂചിപ്പിക്കുകയാണ് നമ്മുടെ കുടുംബം. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഒരു വേദിയാണ് കുടുംബം. എങ്ങനെയാണ് അപ്പനെ കാണുക, അമ്മയെ കാണുക, മക്കളെ കാണുക എന്ന് ചോദിച്ചാൽ അത് ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. വിശുദ്ധ പൗലോസ്ലീഹായുടെ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രമാണങ്ങളായി തീരുവാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ അപ്പനെയും അമ്മയെയും മക്കളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ആയതിനാൽ ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലായിട്ട് തീരണം നമ്മൾ ഓരോരുത്തരും. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ബെനഡിക്റ്റ് പാപ്പ തൻ്റെ ആദ്യത്തെ ചാക്രിക ലേഖനം ദേവുസ് കാരിത്താസ് എസ്റ്റ് എന്ന ലേഖനത്തിലൂടെ ഏത് തരത്തിലുള്ള സ്നേഹമാണ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ടത് എന്ന് അത് കുടുംബത്തിനപ്പുറത്തേക്കുമൊക്കെ വ്യാപരിപ്പിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 3 തരം സ്നേഹത്തെക്കുറിച്ച് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ സ്നേഹം അത് എറോസ്, അത് ബാഹ്യമായ സ്നേഹമാണ്, ബാഹ്യമായ ആകർഷണമാണ്. ഇന്നലെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. എനിക്ക് അധികം സമയമുണ്ടായിരുന്നില്ല അതിന് ഉത്തരം കൊടുക്കുവാനായിട്ട്. പക്ഷേ അവളുടെ ചോദ്യം പ്രകാരമായിരുന്നു: നമ്മോട് ആരെങ്കിലും സ്നേഹം കാണിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കാതിരുന്നാൽ നമുക്ക് പ്രയാസം ഉണ്ടാവില്ലേ? ഏകദേശം ഒരു 17-18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിന് എനിക്ക് ഒരുപാട് സംസാരിച്ചിട്ട് ഉത്തരം പറയാനുണ്ട്. കാരണം ഏത് തരത്തിലുള്ള സ്നേഹമാണ് ഈ കൊച്ചു പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ബാഹ്യമായ സ്നേഹമുണ്ട്, എന്നാൽ ആന്തരികമായ ആത്മീയമായ ഒരു സ്നേഹമുണ്ട്. ഇതേക്കുറിച്ച് പറയുവാനായിട്ട് എനിക്ക് അല്പം സമയം വേണം, ഞാൻ പിന്നീട് മകളുമായിട്ട് സംസാരിക്കാമെന്ന്. ആദ്യത്തെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമായ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഇറോട്ടിക്കൽ, നമ്മൾ പറയില്ലേ, ബാഹ്യമായ സ്നേഹം ഒരു ആകർഷണമാണ്. ആകർഷണം അത് ബാഹ്യമായ സ്നേഹമാണ്. അതിനേക്കാൾ ഉയർന്ന സ്നേഹമാണ് രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അത് ഫീലിയ എന്നാണ് പറയുക. ഫീലിയ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ മകൾ, എൻ്റെ മകൻ എന്നൊക്കെ പറയുന്ന കുടുംബപരമായ ബന്ധമാണ്. ഞാൻ എന്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അവരുമായുള്ള എൻ്റെ ബന്ധം കൊണ്ട്, എൻ്റെ രക്തബന്ധം കൊണ്ട് എന്ന് വേണം പറയാൻ സാധിക്കും. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു സ്നേഹം അത് അഗാപ്പെ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ദൈവത്തിൻ്റെ മകനായതുകൊണ്ട്, ദൈവത്തിൻ്റെ മകളായതുകൊണ്ട്. ആയതിനാൽ ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ തന്നെ സ്വന്തമായിട്ട് തീരുന്ന ഒരു സ്നേഹമാണ്. ഈ സ്നേഹമാണ് ദൈവം നമുക്കെല്ലാവർക്കും കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ആയതിനാൽ ഈ സ്നേഹബന്ധത്തിൻ്റെ വലിയ ഒരു കാഴ്ച നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. മൂന്നാമതായിട്ട് കൂട്ടായ്മയാണ്. കൂട്ടായ്മ ദൈവപിതാവ്, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിന് ഒരു വലിയ കൂട്ടായ്മയുണ്ട്. ദൈവവും, പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും എപ്പോഴും ഒരുമിച്ചായിരിക്കുന്ന ആ കൂട്ടായ്മ, അത് സുവിശേഷവുമായാലും അത് പഴയ നിയമമായാലും പുതിയ നിയമമായാലും എവിടെ എടുത്താലും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഉദാത്തമായ മാതൃകയാണ് സൃഷ്ടികർമ്മം നടത്തുന്ന ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ജലത്തിന് മേലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. വചനമായിട്ട് തീരുന്ന, അല്ലെങ്കിൽ അവിടെ വചനം കൊണ്ട് സൃഷ്ടികർമ്മം നടത്തുന്ന പിതാവിനെ കുറിച്ച് പറയുമ്പോൾ വചനം എന്ന് പറയുന്നത് അത് ലോഗോസാണ്, അത് പുത്രനായ മിശിഹായാണ്. ഇവിടെയാണ് ദൈവപിതാവ് സൃഷ്ടികർമ്മം നടത്തുന്നത് വചനം കൊണ്ട് ആത്മാവിനാൽ നിറഞ്ഞാണ് ചെയ്യുക എന്ന് പറയുമ്പോൾ സൃഷ്ടികർമ്മം നടത്തുമ്പോഴും ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യം, അത് കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ തിരിച്ചറിവ്, അതുകൊണ്ടാണ് ദൈവപിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തിരിച്ചറിയണമെങ്കിൽ ദൈവികമായ കൃപ നമുക്കുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈശോ ജ്ഞാനസ്നാന വേളയിൽ യോർദാൻ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, പ്രാവിൻ്റെ രൂപത്തിൽ ആത്മാവ് വരുന്നതും ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്വരം കേൾക്കുന്നതും.
ഓരോ നിമിഷവും പുത്രനായ ഈശോ ആത്മാവിൽ നിറഞ്ഞു പ്രവർത്തിച്ചു എന്ന് വചനം പറയുമ്പോൾ, ഓരോ കാര്യം ചെയ്യുമ്പോഴും ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയതിനാൽ നമ്മുടെ കുടുംബത്തിൽ ഈ കൂട്ടായ്മയാണ് ദൈവപിതാവിൻ്റെ, പുത്രനായ ദൈവത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. അത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉദാത്ത മാതൃകയായിട്ട് ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ കുടുംബജീവിതം ഏറ്റവും സാർത്ഥകമായി തീരുന്നത് വിവാഹ ബന്ധത്തിലൂടെയാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു കരാറല്ല, അത് ഉടമ്പടിയാണ്, അത് കൂദാശയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഇനി വിവാഹം കഴിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് മക്കൾ വേണ്ട. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, എന്തുകൊണ്ട് വൈദികരാകുവാനോ സിസ്റ്റേഴ്സ് ആകുവാനോ താല്പര്യമില്ല എന്ന് ചോദിക്കുമ്പോഴുള്ള ഉത്തരം ഇത് തന്നെയാണ്. ലോങ് കമ്മിറ്റ്മെൻറ്റ്, വലിയ ഒരു യാത്ര ചെയ്യുവാനായിട്ട്, വലിയ ഒരു ത്യാഗമെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് ധൈര്യം പോരാ എന്നുള്ളതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ജീവിക്കാനായിട്ട്, അത് ഒരുമയോടെ ജീവിക്കുവാനായിട്ട്, അത് ശ്രേഷ്ഠമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള തൻ്റെ ഇടമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ മക്കളെയൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ പരുവപ്പെടുത്താനുണ്ട്, അവർക്കൊക്കെ മാതൃക കാണിക്കാനുണ്ട്. ആയതിനാൽ കൂടുതൽ മക്കളുള്ള കുടുംബത്തെ കാണുമ്പോൾ സന്തോഷം നമുക്ക് ഇരട്ടിക്കുകയാണ്. കാരണം ഒരിക്കൽ ഒരു 4 മക്കളുള്ള ദമ്പതിമാർ എൻ്റെ അടുത്ത് വന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആദ്യം നാണമായിരുന്നു മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾക്ക് 4 മക്കളുണ്ട് എന്ന് പറയാനായിട്ട്. പക്ഷേ നിരവധി മക്കളുള്ള കുടുംബത്തോട് ചേർന്ന് നിന്നപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അഭിമാനമാണ്. ദൈവം ഞങ്ങൾക്ക് മക്കളെ നൽകിയതിലുള്ള അഭിമാനം. ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളുള്ളതിനാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന്. നിങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ മക്കളുള്ള കുടുംബം തിരിച്ചറിയുന്ന ഏറ്റവും വലിയ ശുഭവാർത്തയാണ് നമ്മുടെ കുടുംബത്തിൽ മക്കൾ കൂടുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഡോക്ടർ ഷിൻഡോയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, 7ാമത്തെ കുട്ടി, അവിടെയും സന്തോഷത്തോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. സ്നേഹം, അതുപോലെ തന്നെ ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള വലിയ ധൈര്യവും ചങ്കൂറ്റവും. ഇൻ ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബം അതൊരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ ദിവസം. നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഈ കുദാശ വഴി, വിവാഹം എന്ന കുദാശ വഴി നമ്മൾ ഏറ്റെടുക്കുന്നത് വലിയ ഒരു പ്രതിജ്ഞയാണ്. സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും ജീവിത അവസാനം വരെ ജീവിക്കാമെന്ന് അൾത്താരയുടെ മുൻപിൽ നിന്ന് സാക്ഷികളുടെ മുൻപിൽ വെച്ച് ഏറ്റെടുത്ത ആ വലിയ പ്രതിജ്ഞ, അത് ജീവിത അന്ത്യം വരെ കൊണ്ടു നടക്കുവാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ദൈവികമായ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ആയതിനാൽ എൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കേണ്ടത് വിശ്വസ്തത, ക്ഷമ, മനസ്സിലാക്കൽ, പരസ്പരം മനസ്സിലാക്കൽ, മാപ്പ് കൊടുക്കുവാനുള്ളൊരു കഴിവ്, അതുപോലെ എവിടെയൊക്കെ ഈ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവ അത് കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ പലപ്പോഴും നമ്മെ അലോസരപ്പെടുത്തുന്ന ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അത് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്ന് പറയാം, സ്വാർത്ഥത, ആസക്തികൾ, പ്രാർത്ഥനയില്ലായ്മ, ആധുനിക ലോകത്തിൻ്റെ സമ്മർദ്ദം, ഇവയൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലെ പലപ്പോഴും വെല്ലുവിളിയായിട്ടും അതിനെ തട്ടിമറിക്കുന്ന ഘടകങ്ങളായിട്ടും വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ദൈവം നൽകിയ കുടുംബം അതൊരു ഗാർഹിക സഭയാണ്. ഗാർഹിക സഭ എന്ന് പറഞ്ഞാൽ വലിയ സഭയുടെ ചെറിയ ഫോർമാറ്റാണ്. അങ്ങനെയെങ്കിൽ ഒരു കുടുംബം എന്തായിരിക്കണം, അത് എന്താണ്? ആദ്യത്തേത് അത് ആദ്യത്തെ ദേവാലയമാണ്. ആദ്യത്തെ ദേവാലയമാണ് എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലാണ് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്, ആ കുടുംബത്തിലാണ് മക്കൾ മുട്ടുകുത്തി നിൽക്കുന്നത്, ആ കുടുംബത്തിലാണ് പലപ്പോഴും ചെരുപ്പ് ഊരിക്കൊണ്ട് നമ്മൾ ഭവനത്തിലേക്ക്, അത് പരിശുദ്ധിയുടെ ഭവനമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നു ചെല്ലുന്നത്. അവിടെയാണ് മക്കളെ, മാതാപിതാക്കളെയും ഒക്കെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുന്നത്. അവിടെയാണ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ആയതിനാൽ ഓർക്കുക, നമ്മുടെ കുടുംബം
ആദ്യത്തെ ദേവാലയമാണ്. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബം ആദ്യത്തെ വിദ്യാലയമാണ്. അക്ഷരങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ആരംഭിക്കുന്നു. നമ്മൾ അപ്പായെന്നും അമ്മായെന്നും ഒക്കെ പറയാനായിട്ട് പഠിക്കുന്നു. എന്തിന്? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ട് സ്നേഹത്തോടെ വർത്തമാനം പറയാനൊക്കെ പഠിക്കുന്നത് ആദ്യത്തെ വിദ്യാലയമായ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. മൂന്നാമതായിട്ട് നമ്മുടെ കുടുംബങ്ങൾ ആദ്യത്തെ ആതുരാലയമാണ്. അത് പ്രത്യേകിച്ച് കൂട്ടുകുടുംബങ്ങളിൽ നമുക്കത് വളരെ യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ അപ്പൂപ്പന്മാരോ അല്ലെങ്കിൽ മുതിർന്നവർ അവർ രോഗികളായി തീരുമ്പോൾ അവരെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന് പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്. ഈ ആതുര സേവനം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് കരുണയോ അതുപോലെ തന്നെ അലിവൊന്നും ഇല്ലാത്തവരായി നമ്മൾ തീരും. ആയതിനാൽ മൂന്നാമത്തെ ആ ഒരു ക്യാരക്ടർ, കുടുംബത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആദ്യ ആതുര ആലയമാണ്. നാലാമത്തേതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഊട്ടുമുറിയാണ് നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയാം. ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, അത് ഒരുമിച്ച് കഴിക്കുന്നു. ഒരുമിച്ച് കഴിക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും അതുപോലെ എൻ്റെ സഹോദരങ്ങൾക്കും ഒക്കെ ഭക്ഷണം ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയുന്നു. ആയതിനാൽ ഒരു കരുതൽ, ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതൽ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തെയും നമ്മൾ സ്വീകരിക്കുകയാണ്. ദൈവികമായ ഇടപെടൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സാധിച്ചെടുക്കുകയാണ്. അവസാനമായിട്ട് ആദ്യ സാമൂഹിക പാഠശാലയാണ് നമ്മുടെ കുടുംബങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ ഭവനങ്ങളിൽ ടി വി ഉണ്ടെങ്കിൽ ആ ടി വി കാണുവാനായിട്ട് ഏത് ചാനലാണ് വയ്ക്കേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ അതിന് ചിലപ്പോൾ അപ്പന് ആഗ്രഹമുള്ള ചാനൽ, അമ്മയ്ക്ക് ആഗ്രഹമുള്ള ചാനൽ, അല്ലെങ്കിൽ മക്കൾക്ക് ആഗ്രഹമുള്ള ചാനൽ, ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നു. അല്ലെങ്കിൽ ഭക്ഷണം വയ്ക്കുമ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ സാമൂഹികമായിട്ട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിക്കുന്നു. അതിന് മാതാപിതാക്കളും മക്കളും ഉണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളിൽ നിരവധി മക്കളുണ്ടെങ്കിൽ അത് ദേവാലയമാക്കി മാറ്റാൻ സാധിക്കും, വിദ്യാലയമാക്കി മാറ്റാൻ സാധിക്കും, ആതുരാലയമായി മാറ്റാൻ സാധിക്കും, ഊട്ടുമുറിയായി മാറ്റാൻ സാധിക്കും, സാമൂഹിക പാഠശാലയായി മാറ്റുവാൻ സാധിക്കും. ഈ എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയായ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ സഭ ആഘോഷിച്ചു. ഈ തിരുക്കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായ ഉണ്ണീശോയെയും വിശുദ്ധ യോസേപ്പ് പിതാവിനെയും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ചെറിയ ചിന്തകളും ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് പങ്കുവയ്ക്കുകയാണ്. ഉണ്ണീശോ എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതികൾ അത് വിട്ടുകൊടുത്തുകൊണ്ട്, ദൈവിക പദ്ധതി എന്തു തന്നെയായാലും അത് ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു മകനായി ജീവിച്ചു എന്നതാണ് തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം. ദൈവം എന്നോട് എന്ത് പറയുന്നു? മനുഷ്യനായി അവതരിക്കുക, മനുഷ്യനായി തീരുക, മനുഷ്യരുടെ കൂടെ വസിക്കുക. അതിനുവേണ്ടി എന്താ ചെയ്യുക? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായിരുന്നിട്ടും ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിച്ചില്ല. അവൻ തന്നെ ശൂന്യനാക്കി മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ, ഛായയിൽ ജീവിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യനായി തീർന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ കുഞ്ഞിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ അവനെ അവർ കിടത്തി എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് അവൻ തയ്യാറായി എന്നുള്ളതാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41-ലും 2-ാം അധ്യായം 51-ലും 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ആണ്ടുതോറുമുള്ള തിരുനാളിന് പോകുന്ന ബാലനായ ഈശോ അതിനുശേഷം തിരിച്ചു വന്ന് നഗരത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു എന്ന് പറയുമ്പോൾ ഈ മനുഷ്യരുടെ കൂടെ ആയിരിക്കുവാൻ, മനുഷ്യർക്ക് വിധേയരായി അവരുടെ നിയമങ്ങളും അവരുടെ ചട്ടങ്ങളും ശീലങ്ങളും ഒക്കെ അഭ്യസിക്കുവാനും അവരോടൊപ്പം ആ രീതിയിൽ ജീവിക്കുവാനൊക്കെ ദൈവപുത്രനായ ഈശോയ്ക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ എപ്രകാരമാണ് ഒരു കുടുംബത്തിൽ ഒരു മകനായി ജീവിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച്, ലൂക്കായുടെ കുരിശിൽ കിടന്നുകൊണ്ട് വിരുമാറിൽ മരിക്കുന്ന സമയത്ത് അവൻ പറയുന്ന വാക്കുകൾ:
ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യത്തിൽ, പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവസാനം വരെ ദൈവികമായ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ എന്നും സ്വീകരിച്ചുകൊണ്ടാണ് ഈ മകൻ നടന്നതെന്ന് പറയുമ്പോൾ ഓരോ കുടുംബത്തിലെയും മക്കൾ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് ഇന്നത്തെ ആദ്യത്തെ വായനയിലൂടെ മാതാപിതാക്കളോട് ശരിയായ രീതിയിൽ ബഹുമാനത്തോടെ ജീവിക്കുന്ന മക്കൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ വായിച്ചു കേട്ടത്. പരിശുദ്ധ അമ്മ ദൈവിക പദ്ധതിയോട് യെസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓരോ കുടുംബത്തിലെയും അമ്മമാർ എപ്രകാരമാണ് തിരുക്കുടുംബങ്ങളാക്കി മാറ്റേണ്ടതെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വ്യക്തമായ മാതൃക നൽകുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പുറപ്പെടുകയാണ്. 1-ാം അധ്യായം 39-ാം വാക്യം, തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നു. അത് കുരിശിൻ്റെ ചുവട്ട് വരെ പരിശുദ്ധ അമ്മ യാത്ര ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ സന്തോഷ നിമിഷങ്ങളിലും സഹന നിമിഷങ്ങളിലും ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചുവെങ്കിൽ ഈ അമ്മ നമ്മോട് ഓരോരുത്തരുമായി പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അമ്മമാരും അപ്പച്ചന്മാരും എല്ലാം തയ്യാറാകണം. അതുപോലെ മക്കളും ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കണമെന്ന്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, യൗസേപ്പ് പിതാവ് ദൈവത്തെയും ദൈവദൂതന്മാരെയും സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ലൗകികമായ കാഴ്ചപ്പാടുകളെ കുറിച്ചാണെങ്കിൽ യൗസേപ്പ് പിതാവിൻ്റെ സ്വപ്നങ്ങൾ ദൈവികമായ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. തൻ്റെ പദ്ധതികളെ തന്നെ മാറ്റിമറിക്കുവാനായിട്ട് ദൈവദൂതൻ ഇടപെടുന്നത് യൗസേപ്പ് പിതാവിന് തിരിച്ചറിയാൻ സാധിച്ചു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 24 വരെ വാക്യങ്ങളിൽ അവനുണ്ടാവുന്ന ആദ്യത്തെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വപ്നം അവസാനിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ദൈവത്തെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവർക്ക് ദൈവിക പദ്ധതി അനുസരിച്ച് എന്താണ് അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെയാണ്, ദൈവിക പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നത്. വീണ്ടും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതിന് മുൻപ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 14 വരെ വാക്യങ്ങളിൽ അവൻ്റെ സ്വപ്നം നമ്മൾ വായിച്ചു കേൾക്കുന്നു. സ്വപ്നം അവസാനിക്കുമ്പോൾ ഇപ്രകാരമാണ് സുവിശേഷകൻ പറയുന്നത്, അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. തങ്ങളുടെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുത്താതിരിക്കുവാനായിട്ട് ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ധീരനായ ഒരു പിതാവിനെയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിലൂടെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുക. വീണ്ടും തിരിച്ചു വരുന്നതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അവസാന ഇപ്രകാരം പറയുന്നു, സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. തിരിച്ചു വരികയാണ്. കുഞ്ഞിനെ നശിപ്പിക്കുന്ന ഹെറോദേസ് ഇനി ജീവിച്ചിരിപ്പില്ല എന്നുള്ള വ്യക്തമായ അറിവ് കിട്ടിയതിനാൽ. ഈ ലോകത്തിൽ നിരവധി ഹെറോദേസ്മാരുണ്ട്. ഹെറോദേസ് എന്ന വാക്കിന് അല്ലെങ്കിൽ ഹെറോദേസ് എന്ന ജീവിതത്തിന് നമുക്ക് കൊടുക്കുവാൻ പറ്റിയത് ആസക്തി നിറഞ്ഞ ഒരു മനുഷ്യനെന്നാണ്. ലൗകികമായ കാഴ്ചപ്പാടുള്ള ഓരോ വ്യക്തികളും പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ വേണ്ട എന്നും കുടുംബത്തിൽ മക്കളുടെ പുഞ്ചിരി വേണ്ട എന്നൊക്കെ വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഹെറോദേസ്മാരെയൊക്കെ വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഫ്രാൻസിസ് പാപ്പയുടെ പ്രത്യേകിച്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ആ ബുള്ളയിലൂടെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന 2 കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, നമ്മുടെ കുടുംബങ്ങളിൽ പുഞ്ചിരി നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിരവധി മക്കൾ ഉണ്ടാകണമെന്ന ഒരു വലിയ ആഗ്രഹം ഈ ബുള്ളയിലൂടെ ഫ്രാൻസിസ് പാപ്പ അറിയിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട്, ഒരിക്കലും നമ്മൾ പരിത്യജിക്കാൻ പാടില്ലാത്ത വൃദ്ധരായവരെ കുറിച്ച്, പ്രത്യേകിച്ച് മുതിർന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് മുതിർന്നവരൊക്കെ ഭാരമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഗവൺമെൻറ് തലത്തിൽ പോലും പെൻഷനും അതുപോലെയുള്ള പല സ്കീമുകളിലും ഉൾപ്പെടുത്താതെ ഈ മുതിർന്നവരെയൊക്കെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിൽ
മുതിർന്നവരെ ചേർത്ത് പിടിക്കുവാനും അവരെയൊക്കെ നമ്മുടെ കുടുംബത്തിലെ വക്താക്കളാണ്, ശ്രേഷ്ഠരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും പുഞ്ചിരിയും സ്നേഹവും ഉള്ള കുടുംബങ്ങളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ ദിവസം നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ വലിയ കുടുംബങ്ങളായി തീരണമെന്നും, നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്നേഹത്തിൻ്റെ കുടുംബങ്ങളായി തീരണമെന്നും, നമ്മുടെ കുടുംബങ്ങളൊക്കെ പരസ്പര ബഹുമാനവും പരസ്പര സ്നേഹവുമുള്ള കുടുംബങ്ങളായി, വ്യക്തികളായി തീരണം എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ നന്മകളും നേരുകയാണ്. ഇൻ ദ ബിഗിനിങ് ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. നമ്മൾ പരസ്പരം ഒരുമിച്ച് പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളവരാണ്. ഇമോഷണൽ ഇൻ്റലിജൻസും ഒരുമിച്ച് ചേർത്തുകൊണ്ട്, വൈകാരിക ബുദ്ധിപരമായ എല്ലാ കാഴ്ചപ്പാടുകളും ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ചുള്ള യാത്ര, ഈ യാത്രയിൽ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട്, ദൈവാനുഭവമുള്ളവരായി തീരുവാനായിട്ട്, നിരവധി മക്കളുമായി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.